കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. രാഹുലിന്റെ 8ന്റെ പണി മനോഹർ കൊടുക്കുന്നുണ്ട്. നിഷ വിളിച്ചു കഴിഞ്ഞപ്പം രാഹുലിനെ കൊണ്ട് കോൾ എടുപ്പിച്ചിട്ട് സംസാരിപ്പിക്കുകയാണ് മനോഹർ. അതിനുശേഷം അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോ രാഹുൽ മനസ്സിൽ പറഞ്ഞു, എടാ അതേകാലം നീ വീട്ടിൽ പാടില്ലടാ, നിനക്കിട്ടുള്ള പണി രാഹുൽ തന്നെ തരും, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റും എന്ന് രാഹുൽ മനസ്സിൽ പറയാണ്. ഈ സമയത്ത് ചന്ദ്രസേനന്റെ അടുത്ത് കല്യാണി ഇരിക്കുകയാണ്. കല്യാണിക്ക് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ട്, പോകുന്നതിൻ്റെതായ വിഷമം. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും കിരണേട്ടനൊപ്പം ഉണ്ടാവും. അത് മാത്രല്ല, ഇത്ര ദൂരേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന കല്യാണിയോട് എന്റെ ചന്ദ്രസേനൻ പറഞ്ഞു, അതെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മോളെ, മോൾ എന്തിനാ വിഷമിക്കണേ, മോൾക്ക് ഇത്രയും വലിയൊരു അംഗീകാരമൊക്കെ കിട്ടിയില്ലേ, അതെന്തുകൊണ്ടാ മോളുടെ കഴിവുകൊണ്ടല്ലേ. ഒന്നുമില്ലാത്തടത്തുനിന്നല്ലേ മോൾ ഇത്ര വരെ ഉയരത്തിലെത്തിയത്. ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ? അല്ല, മോള് തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. മോളുടെ ചെറുതിലെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും മോള് വിചാരിച്ചോ താൻ ഇത്ര ഉയരത്തിലെത്തുന്നു? ഇതെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഇതുവരെ എത്തിച്ചില്ലേ. അപ്പൊ ഇനിയുള്ളതും ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താൽ മതി, ദൈവം മുന്നോട്ട് നയിച്ചോളും. എവിടെ പോയാലും മോൾക്ക് ഒരു പരാജയം ഉണ്ടാകത്തില്ല. എവിടെ പോയാലും ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ഇവിടെ വരെ എത്തിയ മോൾക്ക് ഇനി ഉയരത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആരും കൂടെ ഇല്ലെന്നുള്ള വിഷമമൊന്നും വേണ്ടാന്ന് പറയാം. ഈ സമയം കല്യാണി പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെങ്കിൽ കിരണേട്ടനെ കല്ലുമോനെ കാണാതിരിക്കണമല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളെന്ന് പറയും. കിരൺ പറഞ്ഞു, ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒരു ദിവസം പോലെ അങ്ങോട്ട് പോവില്ലേ കല്യാണി, പിന്നെ നീ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കും. രൂപൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, അല്ല നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കും. അപ്പോൾ കല്യാണി പറഞ്ഞു, ആഘോഷിക്കണം പിന്നെ വേണ്ടേ, അതെന്ത് ചോദ്യമാന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് ആഘോഷിക്കാന്ന് പറയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവർക്ക് അപ്രതീക്ഷിതമായ 2 അതിഥികൾ എത്തുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, നയനെ ആദർശം കൂടെ ആയിരുന്നു. അപ്പൊ കല്യാണിക്ക് ഇത്ര വലിയ അംഗീകാരമൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ കല്യാണിയെ കാണാനായിട്ടാണ് നയന വന്നത്. അങ്ങനെ കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി നയനെ കണ്ട്. നയനെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അവർ സംസാരിക്കുക. നയന കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞു. പിന്നീട് ആദർശം പറഞ്ഞു, അതല്ല നീ എന്താണ് കിരണെ പോവാത്തേന്ന് ചോദിക്കുക. നിനക്കറിയാലോ കല്ലുമോനെ കൊണ്ട് എനിക്കിപ്പോ പോകാൻ പറ്റില്ല എന്ന് പറയാം. അത് മാത്രല്ല, എനിക്ക് 1-2 അർജന്റ് വർക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. എന്താണല്ലോ അത് മോശമായി പോയിട്ടോ, നീയും കൂടെ പോകണ്ടായിരുന്നു. പോയിട്ടുണ്ട് 2 പേർക്കും കുറച്ച് ദിവസം അടിച്ചു പൊളിച്ചിട്ട് തിരികെ വരാൻ മേലായിരുന്നോ, ഞാൻ ആഗ്രഹിച്ച. ഈ സമയം കല്യാണി പറഞ്ഞു, ഇനി ഒരു പോക്കുണ്ടെങ്കിൽ ഞാൻ കിരണേട്ടനോടൊപ്പം ആയിരിക്കും, അല്ല ഞാൻ തന്നെ പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. വന്നത് നിങ്ങൾ നല്ല സമയത്ത് തന്നെയാ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവിടെ ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോകായിരുന്നു പറയണം. അങ്ങനെ ആദർശം നയനെ എല്ലാരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യണം. അങ്ങനെ പോകാൻ സമയത്ത് കല്യാണി നയനയുടെ അടുത്ത് നിന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പം, പഴയ പോലെ തന്നെയാണ് ആദർശേട്ടൻ, അതോ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നോന്ന് ചോദിക്കും. ഇത് കേട്ട നയന പറഞ്ഞു, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഞാൻ ആ വീട്ടിൽ പോയി നിന്നതിന് ശേഷം ഭയങ്കര മാറ്റം ആൾക്ക് സംഭവിച്ചിരിക്കുന്നു പറയാ. ഇത് കേട്ടൻ കല്യാണി പറഞ്ഞു, അത് നല്ല കാര്യല്ലേ, ഇതാ പറഞ്ഞ അകന്ന് നിൽക്കുമ്പോഴാണ് സ്നേഹം കൂടുന്നതെന്ന് പറഞ്ഞ്. പെട്ടെന്ന് അതിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇനി ഇപ്പൊ കല്യാണി പോയിട്ട് വരുമ്പോഴത്തേനും കിരണേട്ടനും ഭയങ്കര സ്നേഹക്കൂടുതലായിരിക്കുമല്ലോ എന്ന് പറയാം. അത് കേട്ടപ്പോ കല്യാണി, ശരിയാ, ഇതുവരെയായിട്ട് ഞാൻ മാറി നിന്നിട്ടില്ല, അപ്പൊ അതിൻ്റെതായ ഒരു വിഷമവും വേദനകളൊക്കെ എനിക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ കല്യാണിക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞതിന് ശേഷം നയനയും ആദർശം കൂടെ പോവാണ്. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞല്ല, കേക്ക് കട്ട് ഇതൊക്കെ കഴിഞ്ഞു, പക്ഷേങ്കില് ഇത് മാത്രം പോരാന്ന് പറയണം. എത്ര വലിയ അംഗീകാരം മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, നമ്മളിവിടെ വെറും ഒരു കേക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, അവിടെയാണെങ്കിലോ മോളെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എന്തെങ്കിലും ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ടെന്ന് ചോദിക്കും. ഇത് കേട്ടൻ രൂപേച്ചു, അല്ല എങ്ങനെയാ ചന്ദ്രേട്ടന്റെ ഉദ്ദേശം? അല്ല, നമുക്ക് ചെറിയ പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയൊക്കെ എത്തിച്ച് ഞങ്ങൾ ആഘോഷിച്ചാലെന്ന് ചോദിക്കും. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, ഞാൻ റെഡിയാന്ന് പറയണം. കല്യാണം അതൊക്കെ വേണോന്ന് ചോദിക്കണം. പിന്നെ വേണോന്നോ? അതൊക്കെ വേണം. അന്ന് പിന്നീട് എന്ത് ചെയ്യണം, കുറെ പൂത്തിരിയും കമ്പത്തിരിയും എല്ലാം കൂടെ മേടിച്ച് ഭയങ്കരമായിട്ട് അവിടെ ആഘോഷിക്കണം. ഈ സമയത്തൊക്കെ കല്യാണിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. കിരണും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ പുറമേ കാണിക്കുന്നില്ല. ഇനിയിപ്പോ താൻ സങ്കടം ഭാവിച്ചിട്ടുണ്ടെങ്കിൽ അത് കല്യാണിക്ക് വല്ലാത്ത വിഷമമാണെന്ന് കിരണിന് അറിയായിരുന്നു. പിന്നീട് കാണിക്കുന്ന രാത്രി കിടക്കാൻ സമയത്ത് സരി പറഞ്ഞു, അല്ല മനുവേട്ടൻ ഇനി എന്നാ അടുത്ത മീറ്റിംഗ് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് മനോഹർ പറഞ്ഞു, മോളെ 2 ദിവസം കഴിയുമ്പോഴത്തേന് എനിക്ക് പോകണം, നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, മനുവേട്ടൻ 2 ദിവസം കഴിഞ്ഞ് പോകണ്ട, ഒരു കാര്യം ചെയ്യാം, അത് ആരെങ്കിലും ഏൽപ്പിക്കാൻ പറയാം. ഇത് കേട്ട മനോഹർ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇനിയിപ്പം പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ മോൾക്കറിയാലോ
എത്ര നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെയായിട്ട് ഞാൻ പിന്നെ തിരികെ അമേരിക്കയിലേക്ക് പോയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബിസിനസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ നിന്നെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു, എന്നാലും എനിക്കെന്തോ വല്ലാത്ത സങ്കടമാണ്. ഇത് മനുവാണ് ഇവിടെ ഇല്ലാത്തപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ വീടിനകത്തിരുന്ന് ആകെപ്പാടെ ഞാൻ വീർപ്പ് കൂട്ടുകയെന്ന് പറയാണ്. സാരമില്ല മോളു, കുറച്ച് ദിവസം അവിടെ മോളു അങ്ങ് ക്ഷമിച്ചാൽ മതി എന്ന് പറയാണ്. ഈ സമയത്ത് മനോഹറിന്റെ ഉള്ളിലേക്ക് നിഷയുടെ രൂപം വരുവാണ്. ദൈവമേ, എങ്ങാനും ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ സംഗതി കുളവാവും. ഇവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ട് വേണം ഇനിയിപ്പം അവളെ ഒന്ന് ഫോൺ ചെയ്യാനായിട്ട്. പിന്നീട് സരീച്ചല്ല പോയിട്ട് മനുവേട്ടൻ വിളിച്ചോന്ന് നിൽക്കും, ഫോൺ ചെയ്തെന്ന് നിൽക്കും. കുറച്ച് സമയം സംസാരിച്ചോളൂ, പെട്ടെന്ന് കയറി പോന്നു. ഇനി എപ്പോഴാ കോള് വരുന്ന അറിയത്തില്ല. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. മോളൂ എന്ത് ചെയ്യാനാന്ന് പറയാന്. പിന്നീട് സരി പറഞ്ഞു, എനിക്ക് എന്തോ നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറയാം. എന്നാ മോള് കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സരിയോട് കിടക്കാൻ പറയണം. മനോഹർ പറഞ്ഞതേ എനിക്ക് 1-2 കോളും കൂടെ വിളിക്കാണ്ട്, അതിനുശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞ് മനോഹർ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പിന്നീട് പുറത്ത് വന്നിട്ട് നിഷേനെ വിളിക്കുവാണ്. നിഷേനെ വിളിച്ചിട്ട് മോള് ഉറങ്ങിയായിരുന്നു ചോദിക്കും. ഇല്ല, ഞാൻ രോഹിയേട്ടനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. അതെ, മോള് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കാം. അതെ, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം രോഹിയേട്ടൻ്റെ അങ്കിളെ കോൾ എടുത്തേന്ന് പറയാം. ആണോ, ഭയങ്കര തിരക്കായി പോയി മോളു, അതുകൊണ്ടാന്ന് പറയണം. എന്നാലും എന്ത് തിരക്കാണെങ്കിലും രോഹിയേട്ടനെ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാരെന്ന് പറയാം. അതെനിക്ക് വിളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മോളിനറിയാലോ, ഇവിടെ വന്നതിന് ശേഷം ഇവരെല്ലാരും കൂടെ എണ്ണയിട്ട് പൊരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഇടയ്ക്ക് പോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായെന്നറിയാവോ? എനിക്കറിയാം. അതെ, രാഹുലങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ രോഹിയേട്ടാ, ഞാൻ കാര്യം അറിയാതെ. അല്ല, എന്ത് പറ്റും മോളു? മോളിന്റെ എന്താ സൗണ്ട് വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും വയ്യായ്ക ഉണ്ടോ നിൽക്കും? ഒന്നുമില്ല. പിന്നെന്തിനാ മോള് സോറി പറഞ്ഞേ? അല്ല, അത് പിന്നെ ഞാൻ എന്താ കാര്യം? എന്തോ കാര്യമുണ്ടല്ലോ. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു രോഹിയേട്ടൻ ഒരിടത്ത് പോയിട്ടില്ല, റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റ് വന്ന് നോക്കിയായിരുന്നു രോഹിയേട്ടനെ, പക്ഷെ അവിടെയും കണ്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി വെറുതെയാന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ? അപ്പൊ മോളിന് എന്നെ വിശ്വാസം ഇല്ല അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടാ പറഞ്ഞു, ഇല്ല വിശ്വാസമുണ്ട്, എനിക്കിപ്പോ വിശ്വാസം ഉണ്ടെന്ന് പറയാണ്. ഓ, സമാധാനമായി. അവളെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അല്ല, രോഹിയേട്ടൻ എപ്പോഴാ വരണേന്ന് ചോദിക്കാം. 2 ദിവസത്തിനാണ് വരും മോളും. 2 ദിവസം കൂടെ മോളൊന്ന് ക്ഷമിക്കുക. മോളിന് അറിയില്ല ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ എത്രമാത്രമാന്ന്. ഞാനാണെങ്കിൽ മോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ കാണണം. ഇപ്പം മനസ്സിലായില്ലേ? എല്ലാവരുടെ ഇടയപ്പെട്ട് ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുന്ന സമയം, അതുകൊണ്ടാണ് വിളിക്കായിരുന്നു കേട്ടോ. മോള് വിഷമിക്കൊന്നും ചെയ്യണ്ടെന്ന് പറയണം. ശരി കേട്ടാ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ സീഡ് ഡ്രീംസ് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷമാണ് മനോഹർ ഫോൺ വെക്കുന്നത്. നിഷയ്ക്ക് സന്തോഷമായി. പാപം, അതിന് താൻ ഭയങ്കര സംശയിച്ചോളോ ഒന്ന് ഓർക്കുവാണ്. ഈ സമയം മനോഹർ മനസ്സിലോർത്തു, എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇവിടുന്ന് ചാടിപ്പോണം, എങ്കിൽ മാത്രം ഇനി തനിക്കൊരു പിടിച്ചുവെൽപ്പുള്ളൂ. അവിടെ ഇവിടെയായിട്ട് എങ്ങനെയും കുറച്ച് നാളും കൂടെ ഉന്തിത്തള്ളി മുന്നോട്ട് പോകണം. സരു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് നീങ്ങണം, എങ്കിലോ തനിക്ക് ഇനിയിപ്പം നിഷയുടെ അടുത്ത് പോയി ചേക്കാറാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട് ഒരു കാരണവശാലും സരുവിന് ഒരു സംശയവും കൂടെ തോന്നില്ല. ആ രീതി വേണം ഇവിടുന്ന് പോകാനായിട്ട്. എന്തേലും മാർഗം കണ്ടെത്തിയത് ഇരുവോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പൈസ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നിഷയുടെ അടുത്തുനിന്നാ. അവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണം. അവിടുന്ന് വാങ്ങിച്ചെടുത്ത് 1 വർഷത്തിനുള്ള അവിടെ നിന്നും കിടക്കണം. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് മുറിയിലേക്ക് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സരു ഉറക്കം പിടിച്ചായിരുന്നു. ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇനി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേനെ. എങ്ങനെ ഓർത്ത് മനോഹർ കിടന്നുറങ്ങുക. ഈ സമയം രാഹുല് കിടന്നിട്ട് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ശാരി ചോദിച്ചു, എന്താ നിനക്കെന്താ ഉറക്കമില്ലേന്ന് ചോദിക്കാം. എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം, നീ ഉറങ്ങിക്കോളാം പറയാണ്. അതങ്ങനെയാണല്ലോ, അല്ലേലും ഇപ്പം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾ കാരണം ഇപ്പം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയെന്ന് പറയാം. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കും. പിന്നെ നിങ്ങളൊന്നും ചെയ്തില്ല പോലും. നിങ്ങൾക്ക് എന്ന് പ്രാന്തായോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എന്ന് പറയാം. അതെ ശാരി, ഞാൻ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധി ഉണ്ട് കേട്ടോ എന്ന് പറയാണ്. പിന്നെ എനിക്കൊന്ന് പറയിക്കരുത്, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങും മനുഷ്യനെ വെറുതെ മിനക്കെടുത്താന്ന് പറഞ്ഞിട്ട് ശാരി ദേഷ്യപ്പെടുവാണ്. പിന്നീട് രാഹുല് ദേഷ്യപ്പെട്ട് മുറിയുന്ന അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിന്റെ തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ മനോഹർ ഈ വീട്ടിൽ നിന്ന് പുറത്താകണം. അത് മാത്രമല്ല, അവൻ ഈ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യണം. കല്യാണി ഇല്ലാതാക്കണം. അപ്പൊ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു തീരുമാനമൊക്കെ രാഹുൽ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.